അര കപ്പ് റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് അളവ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഈ ഒരു പലഹാരത്തിൽ ചിക്കൻ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിരുന്നു. ആ ഒരു വെള്ളമാണ് ഇത്. അത് ഏകദേശം 1/4 കപ്പിൻ്റെ പകുതി കാണും. അതും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ 1 കപ്പ് അളവ് വെള്ളം എടുത്തിരിക്കുന്നത്. ചിക്കൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിരുന്നു. അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവ് വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത റവയാണ് ഉള്ളതെങ്കിൽ അതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പലഹാരത്തിലേക്ക് വറുത്ത റവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1/2 കപ്പ് അളവ് റവ ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. റവ ആയതുകൊണ്ട് തന്നെ അത് വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വന്ന് തുടങ്ങും. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്ന് തുടങ്ങും. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതൊരു കൂട്ടിൻ്റെ പാകത്തിനായി വരുന്ന രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ ചൂട് ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സ്പൂണിനെ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചൂടാറി വരുമ്പോഴേക്കും ഇതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അളവ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഞാനിവിടെ ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് അത് ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സിന് പകരം മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അതും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ മസാലകളും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫില്ലിങ്. അപ്പോൾ ഇവിടെ ഫില്ലിങ് ഞാനിവിടെ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നല്ലപോലെ ചൂടാറി വന്നിരുന്നു. അതാദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നീഡ് ചെയ്തെടുക്കുമ്പോൾ റവ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ആദ്യം കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നോക്കൂ, റവ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. മൈദ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ബൈൻഡിങ് കിട്ടാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ റവ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ സഹായിക്കും. മൈദയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ നീഡ് ചെയ്ത് ഒരു കൂട്ടിൻ്റെ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകേൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് നേർത്ത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒരല്പം കട്ടിയായിട്ടാണ് പരത്തിയെടുക്കുന്നത്.
എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലത്തെ റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മൂടി ഉപയോഗിച്ചിട്ടും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. കനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും ചിക്കൻ്റെയും ആ ഒരു കൂട്ടിൽ നിന്നും ഒരു ചെറിയ ഉരുള എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റവയുടെ കൂട്ടിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേറൊരു ഷീറ്റ് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ലൈനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ലൈനും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ദാ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് അനക്കാതെ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ പോയിട്ട് മറിച്ചിടാൻ നിൽക്കണ്ട, അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം ഒരല്പം ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം തന്നെ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ദാ പാകത്തിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേത്തെ ആ ഒരു കവറിങ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. ഉള്ളിലത്തെ ഫില്ലിങ് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉണ്ടാകുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.